നെക്സ്റ്റ് ടോപ്പിക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻ ഡീറ്റെയിൽ നമുക്ക് ഈ ഒരു ഡോക് ഫയലിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം സി ഈസ് എ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പ്രോഗ്രാം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അവൈലബിളായി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യാനുസരണം ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സി പ്രോസസ് ദ ഡിസിഷൻ മേക്കിംഗ് capabilities ആൻഡ് സപ്പോർട്ട്സ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് നോൺ ആസ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അതിനകത്ത് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ സി പ്രോഗ്രാമിന് കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമുക്ക് ആ ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാനും അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയാനും കാരണം. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മെയിൻലി 3 ടൈപ്സ് ആയിട്ട് അവൈലബിൾ ആണ്. ആദ്യത്തേതാണ് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, സെക്കൻഡ് വൺ അൺകണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് തേർഡ് വൺ ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതേപോലെ തന്നെ അൺകണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യാൻ ഇല്ല, നമുക്ക് എന്ത് കാര്യം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി അടുത്തതാണ് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. റിപ്പീറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറയാം. ചില കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് റിപ്പീറ്റായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ കാലാവസ്ഥ നോക്കാം. ഇപ്പോൾ എല്ലാ വർഷവും ഒരു ജൂൺ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മഴക്കാലം വരും, അല്ലെങ്കിൽ മെയ് ഏപ്രിൽ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു മാസങ്ങളിലാണ് ചൂട് കാലാവസ്ഥ വരുന്നത്. അപ്പോൾ റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ലൂപ്പ് എന്ന് പറയും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനകത്ത് ഓൾറെഡി 4 ഡിസ്കസ് ചെയ്തിരുന്നു. എൽസിഫ് ലാഡർ ഉണ്ട്, അതും കൂടെ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ജസ്റ്റ് അതിനകത്തൊരു കണ്ടീഷൻ മാത്രമേ നോക്കാറുള്ളൂ, അതായത് ട്രൂ എന്ന് പറയുന്നൊരു കണ്ടീഷൻ മാത്രമേ നോക്കാറുള്ളൂ സാധാരണ രീതിയിൽ. ഇറ്റ് ഈസ് എ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ. സിൻടാക്സ് ഇഫ് എക്സ്പ്രഷൻ ഇറ്റ് ഈസ് ട്രൂ then go to statements. In this statement, first the expression will be evaluated. If it is true, then the statement block will be executed and the control transfer to the next statement. Otherwise, if the expression is false, then the control directly goes to the next statement. നമുക്കറിയാം ഇഫ് എക്സ്പ്രഷൻ, അവിടെ ആ എക്സ്പ്രഷൻ ചിലപ്പോൾ അത് ട്രൂ ആകാം, ചിലപ്പോൾ ഫോൾസ് ആകാം. ഇവിടെ ട്രൂ ആകുന്ന ഒരു കണ്ടീഷൻ മാത്രമേ ഈ സിമ്പിൾ ഇഫിൽ കൺസിഡർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്രഷന് അകത്ത് ആ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആകും. അതല്ല എങ്കിൽ ജസ്റ്റ് അത് സ്റ്റോപ്പ് ആകത്തേ ഉള്ളൂ, വേറെ ഒരു ഇൻഫർമേഷനും അവിടെ പാസ് ചെയ്യില്ല. ഇൻ എനി കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് കണ്ടെയ്ൻസ് ഓൺലി എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. കേളി ബ്രേസസ് ആർ നോട്ട് നെസസറി. ഇവിടെ കേളി ബ്രേസസ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രാക്കറ്റ്, അതിനെയാണ് നമ്മൾ കേളി ബ്രേസ് എന്ന് പറയുക. അപ്പോൾ ഈ ബ്ലോക്കിനകത്ത് എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ്, അപ്പോൾ അത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ ഇവിടെ എക്സിക്യൂട്ട് ആവുകയുള്ളൂ, ഇപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ. ഇനി ചില കേസിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കേളി ബ്രാക്കറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഇത് രണ്ടും വേണ്ട. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേളി ബ്രേസ് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ
യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. To find maximum value of given two values using simplif. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാഷ് ഇൻക്ലൂഡ് stdio.h. അപ്പോൾ അതിൽ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് പ്രീ പ്രോസസ്സറാണ്. stdio.h എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ printf അതേപോലെ തന്നെ scanf ഈ രണ്ട് ഫങ്ഷൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ആ രണ്ട് ഫങ്ഷൻ യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇവിടെ ആ ഒരു ഹെഡർ ഫയലിലാണ് printfഉം scanf എല്ലാം ഉള്ളത്. ഇനി അടുത്തതാണ് conio.h. conio മീൻസ് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയലാണ്. .h എന്ന് പറയുന്നത് ഹെഡർ ഫയൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ getch എന്നൊരു ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കുറച്ച് നേരം കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫങ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫങ്ഷൻ ഇവിടെ ഉപയോഗിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ conio.h എന്നുള്ള ആ ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഇനി നമ്മുടെ പ്രോഗ്രാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫങ്ഷനിലാണ്. അപ്പോൾ void മെയിൻ, ഈ ഒരു void എന്നുള്ളതിൻ്റെ മീനിങ് റിട്ടേൺസ് നത്തിങ് എന്നാണ്. അതായത് നമുക്കൊന്നും തിരിച്ച് ആവശ്യമില്ല. ആ പ്രോഗ്രാം അവിടെ എക്സിക്യൂട്ട് ചെയ്താൽ അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, നമുക്ക് തിരിച്ചൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാത്ത ടൈപ്പ്, അതാണ് ഇവിടെ void കൊണ്ട് മീൻ ചെയ്യുന്നത്. void മെയിൻ ഫങ്ഷനിലാണ് ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കൺട്രോൾ ആദ്യം വന്ന് നിൽക്കുന്നത് മെയിൻ പ്രോഗ്രാമിലായിരിക്കും. പിന്നീട് കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയും ആണ് ആ പ്രോഗ്രാമിൻ്റെ ബോഡി പാർട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഇൻറ്റ് a, b, max. ഇതിൽ എയും ബിയും അതേപോലെ തന്നെ മാക്സ്, ഈ 3 വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 3 വേരിയബിൾസാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ആ വേരിയബിൾസ് എന്ന് പറയുന്നത് ഇൻറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് 3 വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ എന്താണോ സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പ്രോഗ്രാം റണ്ണാകുന്ന അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ വേരി ചെയ്യാം. അതുകൊണ്ടാണ് അതിന് വേരിയബിൾ എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ 3 വേരിയബിൾസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, a, b ആൻഡ് മാക്സ്. ഇനി അതിന് ഡേറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇൻറ്റ് മീൻസ് ഇൻറ്റിജർ എന്നുള്ളതാണ്. അപ്പോൾ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡേറ്റ ടൈപ്പിലാണെങ്കിൽ നമുക്ക് നമ്പർ അല്ലെങ്കിൽ ന്യൂമറിക് വാല്യൂസാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഇൻറ്റ് a, b, മാക്സ്. അപ്പോൾ അതിൻ്റെ മീനിങ് അതാണ്, എയും ബിയും മാക്സ് 3 വേരിയബിൾസ് ഇൻറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യും. നെക്സ്റ്റ് ക്ലിയർ സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ നമ്മുടെ സ്ക്രീനിൽ ഓൾറെഡി ഡിസ്പ്ലേ ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാം. അതായത് പുതിയ ഔട്ട്പുട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് പഴയ വാല്യൂസ് ഒന്നും അതിൽ കാണാൻ പാടില്ല. നമ്മൾ ബ്ലാക്ക് ബോർഡിലൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്, അപ്പോൾ ഒരു ടീച്ചർ എഴുതിയത് അടുത്ത ടീച്ചർ വരുമ്പോൾ അത് വായിക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം അവിടെ ഒരു ക്ലിയർ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ക്ലാസ് റെപ്പോ അങ്ങനെയുള്ളവരായിരിക്കാം അത് ചെയ്യുക. ആ ക്ലാസ് ഫുള്ള് അല്ലെങ്കിൽ ആ ബ്ലാക്ക് ബോർഡ് ഫുള്ള് ക്ലിയർ ചെയ്യും. അപ്പോൾ അതേപോലെ ഒരു ഫങ്ഷനാണ് ഇവിടെ ഈ ക്ലിയർ സ്ക്രീൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അതായത് നേരത്തെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ സ്ക്രീനിലുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ദെൻ printf എൻറ്റർ എനി 2 വാല്യൂസ് അല്ലേ. അപ്പോൾ അവിടെ printf
സ്റ്റേറ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ക്രീനിൽ എന്ത് മെസ്സേജാണോ കൊടുക്കേണ്ടത് ആ മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് printf എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ printfനകത്ത് ഡബിൾ കോട്ട്സ് അതിനുള്ളിലാണ് നമ്മൾ മെസ്സേജ് എഴുതുക. ലാസ്റ്റ് ഒരു സെമികോളൻ കൊടുത്തേക്കുക. അപ്പോൾ ഈ ഒരു സെമികോളൻ കൊടുക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ സ്റ്റോപ്പായി എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ printf നമ്മൾ കൊടുത്തതിന് ശേഷം ഡബിൾ കോട്ട്സ് അതിനുള്ളിൽ നമ്മുടെ മെസ്സേജ് എൻറ്റർ എനി 2 വാല്യൂസ്. അപ്പോൾ അവിടെ കോളൻ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഓപ്ഷനിലാണ്, അത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ദെൻ സ്കാനഫ് യൂസ് ചെയ്യുന്നത് കീബോർഡിൽ നിന്ന് നമുക്ക് വാല്യൂസ് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കീബോർഡിൽ യൂസർ എന്താണോ എൻറ്റർ ചെയ്യുന്നത് ആ വാല്യൂ റീഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എ ബി അങ്ങനെ 2 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്തെടുക്കാം. അതായത് ഇവിടെ എയും ബിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. അപ്പോൾ ആ വേരിയബിളിൻ്റെ ഒരു വാല്യൂ ആണ് നമുക്കിതിനുള്ളിലേക്ക് സ്റ്റോർ ആകേണ്ടത്. അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ എയിലേക്ക് ഞാൻ 10 എന്നുള്ളൊരു വാല്യൂ ആണ് സ്റ്റോർ ആകുന്നത്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ ജനറലായിട്ട് പറയാം. അപ്പോൾ ആ കമ്പ്യൂട്ടർ നമ്മളിവിടെ ഇൻറ്റ് എ എന്ന് പറയുന്ന സമയത്ത് എ എന്ന് പറയുന്ന വേരിയബിളിന് ഒരു അഡ്രസ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ഞാൻ ഒരു 1002 എന്നൊരു അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ആ 1002 എന്ന് പറയുന്ന അഡ്രസ്സിൻ്റെ ഉള്ളിലാണ് എ ഇരിക്കുന്നത്. അപ്പോൾ എയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് 1002 ആണ്. ഓക്കെ, അപ്പോൾ എയുടെ അഡ്രസ്സ് 1002 ആയിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള വാല്യൂ 1002 ആണ്. അപ്പോൾ ഈ വാല്യൂ ആണ് എയുടെ അഡ്രസ്സ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് എയുടെ ഉള്ളിലേക്ക് നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1002 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ പോയിട്ട്, അതായത് മെമ്മറി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് 1002 ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 1002 എന്ന് പറയുന്നതിൻ്റെ ഒരു പേരാണ് എ. അപ്പോൾ എയ്ക്കുള്ളിൽ നമ്മൾ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എ = 10 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോയി സ്റ്റോർ ആകുന്നത് 10 എന്നുള്ള വാല്യൂ എവിടെയായിരിക്കും, ഈ ലൊക്കേഷൻ, അതായത് 1002 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും പോയി സ്റ്റോർ ആവുക. അതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കാനഫ് %d %a. അപ്പോൾ %a കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ്, ആ അഡ്രസ്സിനുള്ളിൽ ആണ് ഇത് പോയിട്ട് സ്റ്റോർ ആകുന്നത്. അപ്പോൾ സ്കാനഫ് %d %a, %b. അപ്പോൾ എയുടെയും നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ബിയുടെ വാല്യൂ സ്റ്റോർ ആകുന്നത്, %b. അപ്പോൾ ബിയിൽ ഇപ്പോൾ 20 എന്നൊരു വാല്യൂ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ %b ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ %b 1004 ആണ് ബിയുടെ അഡ്രസ്സെങ്കിൽ ആ അഡ്രസ്സിൻ്റെ കണ്ടൻ്റ് ആയിട്ടായിരിക്കും 20 സ്റ്റോർ ആവുക. അപ്പോൾ അതേപോലെ എയും ബിയും നമുക്ക് റീഡ് ചെയ്ത് എടുക്കാം. ഇനി മാക്സ് = a, അതായത് എ എന്നുള്ള നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മാക്സിമം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സ് = a ആണ് നമ്മൾ അസൈൻ ചെയ്തു. അതായത് എ ആണ് ഇപ്പോൾ ഉള്ള മാക്സിൽ ഇപ്പോൾ ഉള്ള വാല്യൂ എ ആണ്. അതായത് എയുടെ വാല്യൂ 10 ആണെങ്കിൽ ആ 10 ആണ് മാക്സിമം. ഇനി ഇഫ് മാക്സ് <b, ബിയുടെ വാല്യൂ 20, അപ്പോൾ എ <20 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണ്. മാക്സ് = b, അങ്ങനെയാണെങ്കിൽ മാക്സ് എന്ന് പറയുന്നത് ബിയുടെ വാല്യൂ ആയിരിക്കും. അപ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം 20. അങ്ങനെയാണെങ്കിൽ 20 ആയിരിക്കും പിന്നീട് ഇവിടെ വരിക. അപ്പോൾ ഇവിടെ 20 ആയിരിക്കും സ്റ്റോർ ആവുക. ഓക്കെ, ഇനി
പ്രിൻ്റ് ഓഫ് മാക്സിമം വാല്യൂ ഈസിക്കൽ ടു പെർസെൻറ്റേജ് ഡി കോമ മാക്സ്. അങ്ങനെയാണെങ്കിൽ ആ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അവിടെ 20 പ്രിൻ്റ് ആകും. ഇതാണ് ഒരു എക്സാമ്പിൾ. ഇനി അടുത്ത എക്സാമ്പിൾ, ടു ഫൈൻഡ് മാക്സിമം ഓഫ് 3 നമ്പേഴ്സ് യൂസിങ് സിമ്പിൾ എഫ്. ഇപ്പോൾ നേരത്തെ നമ്മൾ 2 വാല്യൂസാണ് കണ്ടെങ്കിൽ ഇനി നമുക്ക് 3 എണ്ണം കാണാം. ഇവിടെയും അതേപോലെ തന്നെയാണ്. ഹാഷ് ഇൻക്ലൂഡ് stdio.h പ്രിൻ്റ് ഓഫ് സ്കാൻഎഫ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫങ്ഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് stdio.h യൂസ് ചെയ്യുന്നത്. പിന്നീട് conio.h ക്ലിയർ സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, conio.h യൂസ് ചെയ്യാം. ദെൻ പ്രിൻ്റ് ഓഫ് എൻ്റർ 3 നമ്പേഴ്സ് സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് എയും ബിയും സിയും 3 വേരിയബിൾസ് അവിടെ കൊടുത്തു. ആ 3 വേരിയബിൾസ് എ, ബി ആൻഡ് സി. അപ്പോൾ അതിൻ്റെ അഡ്രസ്സിലേക്ക് നമ്മൾ കീബോർഡിൽ യൂസർ എന്താണോ എൻ്റർ ചെയ്യുന്നത് അത് സ്റ്റോറായി. ദെൻ മാക്സ് ഈസിക്കൽ ടു എ, അതായത് എ എന്നുള്ളത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്തു മാക്സ് ആയിട്ട്. അതാണ് മാക്സിമം വാല്യൂ എന്നുള്ളത്, അല്ലെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ എന്നുള്ളത് അസ്യൂം ചെയ്തു. പിന്നീട് ഇപ്പോൾ മാക്സിലുള്ള വാല്യൂ എ ആണ്. ദെൻ ഇഫ് മാക്സ് ലെസ് ദാൻ ബി, അതായത് എ ലെസ് ദാൻ ബി ആണോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ബി ആയിരിക്കും അവിടെ വലിയത് അല്ലെങ്കിൽ വലിയ വാല്യൂ. അങ്ങനെയാണെങ്കിൽ മാക്സ് ഈസിക്കൽ ടു ബി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇപ്പോൾ ബി നമുക്ക് മാക്സിമം ആയിട്ട് കൺസിഡർ ചെയ്തു എങ്കിൽ അടുത്ത നമ്മൾ സി എന്നൊരു വേരിയബിൾ കൂടി അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാക്സിലുള്ളത് എന്താണ്, ബി ആണ്. അപ്പോൾ ആ ബി ഇവിടെ നമ്മൾ സി യു ആയിട്ട് ചെക്ക് ചെയ്യുക. അതാണ് ഇഫ് മാക്സ് ലെസ് ദാൻ സി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, സി ആയിരിക്കും വലുത്. അങ്ങനെയാണെങ്കിൽ മാക്സ് ഈസിക്കൽ ടു സി, പ്രിൻ്റ് ഓഫ് ദ മാക്സിമം വാല്യൂ ഈസ് മാക്സ്. അപ്പോൾ നമുക്ക് ആ ഔട്ട്പുട്ട് അവിടെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു പ്രോഗ്രാം നോക്കാം. ടു എൻ്റർ കറണ്ട് ഡേറ്റ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, കാൽക്കുലേറ്റ് ആൻഡ് ഡിസ്പ്ലേ പ്രസൻറ്റ് ഏജ്. ഇവിടെ ഒരു പ്രോഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടുന്ന വേരിയബിൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ സി ഡി, സി എം, സി വൈ, ദെൻ ബി ഡി, ബി എം, ബി വൈ, ഡി എം വൈ. അതിനകത്ത് ആദ്യം തന്നെ ക്ലിയർ സ്ക്രീൻ കൊടുത്തു, അതായത് നമ്മുടെ ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ പ്രിൻ്റ് ഓഫ് എൻ്റർ കറണ്ട് ഡേറ്റ്. അപ്പോൾ ആ ഡേറ്റ് ആ ഫോർമാറ്റിൽ വേണം എന്നുള്ളതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരം കറണ്ട് ഡേറ്റ് അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിളാണ് സി ഡി. ദെൻ കറണ്ട് മന്ത് ആണെങ്കിൽ സി എം, കറണ്ട് ഇയർ ആണെങ്കിൽ സി വൈ. ഇത്രയും വേരിയബിൾസാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇൻറ്റിജറാണ് അതിൻ്റെ ഡേറ്റ ടൈപ്പ്. അപ്പോൾ അത് പ്രകാരം സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് ആ 3 വേരിയബിൾസ് നമ്മൾ റീഡ് ചെയ്തെടുത്തു. സി ഡി, സി എം, സി വൈ, അതായത് കറണ്ട് ഡേറ്റ്, കറണ്ട് മന്ത്, കറണ്ട് ഇയർ. അപ്പോൾ ഈ 3 വേരിയബിൾസാണ് നമ്മളവിടെ സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്തത്. ദെൻ പ്രിൻ്റ് ഓഫ് എൻ്റർ ബർത്ത് ഡേറ്റ്. അപ്പോൾ അതിന് നമുക്ക് ഡി ഡി, എം എം, വൈ വൈ. അപ്പോൾ ആ ഒരു മെസ്സേജാണ് അവിടെ കൊടുക്കുന്നത്. അതിന് മറ്റു ഉപയോഗമൊന്നുമില്ല. ജസ്റ്റ് ആ യൂസറിന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്, നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിലാണ് ഡേറ്റ്, മന്ത്, ഇയർ എൻ്റർ ചെയ്യേണ്ടത്. അത് പ്രകാരം സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി, പെർസെൻറ്റേജ് ഡി, പെർസെൻറ്റേജ് ഡി, ആംപർസൻറ്റ് ബി ഡി, ആംപർസൻറ്റ് ബി എം, ആംപർസൻറ്റ് ബി വൈ. അപ്പോൾ അത് ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ്, മന്ത്, ഇയർ. അപ്പോൾ അതിന് ആണ് നമ്മൾ ആ 3 വേരിയബിൾ അവിടെ യൂസ് ചെയ്യുന്നത്. അത് മുകളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഡി ഈസിക്കൽ ടു സി ഡി മൈനസ് ബി ഡി. സി ഡി നമുക്ക് എന്താണെന്ന് അറിയാം. എന്താണ്, കറണ്ട് ഡേറ്റ് മൈനസ് ബർത്ത് ഡേറ്റ്. അതാണ് ഡിയിലേക്ക് സ്റ്റോർ ചെയ്യണത്. കറണ്ട് ഡേറ്റ് മൈനസ് ബർത്ത് ഡേ ഓർ ഡേറ്റ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഏത് ഡേ ആണോ അതിൽ നിന്ന് കറണ്ട് ഡേ, അതായത് ആ കറണ്ട് ഡേയിൽ നിന്ന് ബർത്ത് ഡേ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡി, ആ ഒരു ഡേയുടെ ഏകദേശം നമുക്ക് കിട്ടും. ഇനി എം, കാരണം നമുക്കിവിടെ അറിയേണ്ടത് പ്രസൻറ്റ് ഏജ് ആണ് അല്ലേ. ആ ആളിൻ്റെ, ഒരാൾ ഡേറ്റ് ഓഫ് ബർത്ത് തന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏജാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്.
അപ്പോൾ അതിനകത്ത് ഡേറ്റ് മന്ത് ഇയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എത്ര ദിവസം ആയി എന്നുള്ളത് നമുക്കവിടെ ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ എം എന്ന് പറയുന്നത് മന്താണ്. മന്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എം അവിടെ കൊടുത്തിരിക്കുന്നത്. എം ഈക്വൽ ടു കറണ്ട് മന്ത് മൈനസ് ബർത്ത് മന്ത്സ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ഒരു എത്ര മന്ത് ആയെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. സിമിലർലി ഇയർ ഓൾസോ, ഇയറും അതേപോലെ തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ ഇഫ് ഡി ലെസ് ദാൻ 0, അപ്പോൾ ഡി 0യേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി ഈക്വൽ ടു ഡി പ്ലസ് 30. ദെൻ എം മൈനസ് മൈനസ്, അപ്പോൾ ഡി ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഡിയുടെ കൂടെ പ്ലസ് 30 ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഡി എന്ന് പറയുന്നത് -2 ആണ്. -2 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ 28 എന്നുള്ളതാണ് അവിടെ നമുക്ക് വാല്യൂ കിട്ടുക. അതേപോലെ എം മൈനസ് മൈനസ്, എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മന്താണ്. അപ്പോൾ ആ മന്തിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുകയും വേണം. അപ്പം അത് നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് എത്ര ഡേയ്സാണ് നമുക്ക് ആയെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ചില കേസിൽ ലെസ് ദാൻ 0 വരാം. ലെസ് ദാൻ 0 വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ -2 എന്നൊരു വാല്യൂ ആണെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും 28 ഡേയ്സ് ആയിരിക്കും അവിടെ വരിക. അതിന് വേണ്ടിയിട്ടാണ് അവിടെ എം മൈനസ് മൈനസ് ചെയ്തത്. അപ്പോൾ മന്തിൽ ഒന്ന് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ എം മൈനസ് മൈനസിൻ്റെ മീനിങ് എം ഈക്വൽ ടു എം മൈനസ് 1 എന്നുള്ളതാണ്. അതായത് എമ്മിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുക. അപ്പോൾ എമ്മിൻ്റെ ഇപ്പോൾ എത്ര മാസം, 5 മാസം ആയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ 4 മാസം അല്ലേ. അപ്പോൾ 4 മാസവും 28 ഡേയ്സ്. അപ്പോൾ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇഫ് എം ലെസ് ദാൻ 0, അപ്പോൾ നമ്മുടെ ഡേയ്സിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത് മന്താണ് എടുക്കേണ്ടത്. മന്തും സിമിലർലി ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എം പ്ലസ് 12, അപ്പോൾ അതിൻ്റെ കൂടെ 12 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എമ്മിൻ്റെ വാല്യൂ -1 ആണ് അങ്ങനെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ -1 പ്ലസ് 12 വാല്യൂ എത്രയായിരിക്കും? 11 മന്ത്സ് ആണ് നമ്മുടെ വയസ്സെന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര മന്ത്സ് എത്ര ഡേയ്സ് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇയറും നമ്മൾ എന്താണ് ഒന്ന് മൈനസ് ചെയ്യുക. അതാണ് y മൈനസ് മൈനസ്. അപ്പോൾ എം ഈക്വൽ ടു എം പ്ലസ് 12. ദെൻ ഫൈനലി ഇയർ ഈക്വൽ ടു ഇയർ മൈനസ് 1. ഇത്രയായി കഴിഞ്ഞാൽ ഇയർ, മന്ത്, ഡേ. അപ്പോൾ ആ 3 ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര വയസ്സായി എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാനായിട്ട് പറ്റും. ഏകദേശം എന്ന് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ചില ഇയർ ലീപ്പ് ഇയർ ആണ്. ഇപ്പോൾ ലീപ്പ് ഇയറിൻ്റെ നമുക്കൊരു പ്രോഗ്രാം പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൂടി നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇഫ് എൽസ്. അപ്പോൾ ഇഫ് എൽസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ സിൻടാക്സ് ഇഫ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് 1 എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് 2. അതിനകത്ത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ആകും. അതല്ല ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിരിക്കും എക്സിക്യൂട്ട് ആകുക. ഇൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ദ എക്സ്പ്രഷൻ വിൽ ബി ഇവാലുവേറ്റഡ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ട്രൂ then the if block statements are executed and the else block statements are ignored. അപ്പോൾ ആദ്യം ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫോൾസിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇഗ്നോർ ചെയ്യും. അതല്ല എങ്കിൽ ഫോൾസ് ആണ് നമ്മുടെ കണ്ടീഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രൂ എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിലേക്ക് കയറുകയില്ല. പക്ഷേ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ട് അത് എക്സിക്യൂട്ട് ആകുകയാണ് ചെയ്യുക. ഈ ഒരു പോർഷനായിരിക്കും അവിടെ എക്സിക്യൂട്ട് ആകുന്നത്. ഇത് ഫോൾസ് ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ ഈ ഒരു പോർഷനായിരിക്കും എക്സിക്യൂട്ട് ആകുക. അതിൻ്റെ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ സെയിം പ്രോഗ്രാം തന്നെയാണ്
ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. എങ്കിലും കുറച്ചൊന്ന് പറയാം. അപ്പോൾ അതിനകത്ത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. എയും ബിയും നേരത്തെ നമ്മൾ റീഡ് ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് നോക്കുക. ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്തായി? അവിടെ ട്രൂ ആണ്. ട്രൂ ആണെന്നുണ്ടെങ്കിൽ മാക്സ് ഈസ് ഈക്വൽ ടു എ. ഇപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ? ഫോൾസ് ആണെങ്കിൽ നേരെ എൽസ് പാർട്ടിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ എൽസിൽ വന്നതിന് ശേഷം മാക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന് കൊടുക്കുക. ഇവിടെ എൽസ് പാർട്ടിൽ മാക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന് കൊടുക്കുക. ദെൻ പ്രിൻ്റ് ഓഫ് മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ പെർസെൻറ്റേജ് ഡി കോമ മാക്സ്. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ ആണോ വേണ്ടുന്നത് അതിനനുസരിച്ചിട്ട് അവിടെ എടുക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് ഈവൻ ഓർ ഓഡ്. അപ്പം ഓഡാണോ ഈവൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹെഡർ ഫയൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തു. ദെൻ മെയിൻ ഫംഗ്ഷൻ വന്നു. മെയിൻ ഫംഗ്ഷനിലുള്ള പാർട്സ് ഇത്രയാണ്. ഇതാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് അതാദ്യം ക്ലിയർ ആകണം. എന്താണ് നമ്മുടെ ലോജിക് എന്നുള്ളത്? അപ്പോൾ ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം ഓഡാണോ ഈവൻ ആണോ എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ റിസൾട്ട് 0 ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ 1 അല്ലെങ്കിൽ മറ്റു വാല്യൂസോ ആയിരിക്കാം വരിക. അപ്പോൾ ഇവിടെ നമുക്ക് അതാണ് മെയിനായിട്ടും നോക്കുന്നത്. ആദ്യം എൻ്റർ എ നമ്പർ. നമ്മൾ ആ നമ്പർ എൻ്റർ ചെയ്തു. നമ്പർ ഇപ്പം 2 ആണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. ദെൻ റീഡ് ചെയ്യാൻ വേണ്ടി സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി ആംപർസെൻറ്റ് എൻ. അപ്പോൾ ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പം എന്നിൻ്റെ ഒരു അഡ്രസ്സ് കാണും 1004 എക്സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ 1004 2 എന്നുള്ള വാല്യൂ അവിടെ സ്റ്റോർ ചെയ്തു. എൻ എന്നുള്ളതാണ് അതിൻ്റെ പേര് അല്ലേ? ആ വേരിയബിൾ നെയിം എൻ ആണ്. അത് ഇൻറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പാണ്. അതായത് അതിനകത്ത് ന്യൂമറിക് വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഇഫ് എൻ മോഡ് 2 ഈക്വൽ ടു 0, അതാണ് ആ കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്യണം. ഇഫ് എന്നിൻ്റെ വാല്യൂ 2 മോഡുലസ് 2 ഡിവൈഡ് ബൈ 2 ആണ് ആക്ച്വലി അവിടെ ചെയ്യുന്നത്. 1 × 2 റിമൈൻഡർ 0. അപ്പോൾ ആ മോഡുലസ് എന്ന് പറയുമ്പോൾ ഈ റിമൈൻഡറാണ് നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ റിമൈൻഡർ ഈക്വൽ ടു മീൻസ് എന്താണ്? ഡബിൾ ഈക്വൽ. ഒരു ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അസൈൻമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിലുള്ള കേസിൽ ഇപ്പോൾ n ഈക്വൽ ടു 2 പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 2 ആയിട്ട് അസ്യൂം ചെയ്തു. ഇനി n ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പാരിസണാണ് n ഈക്വൽ ടു 2 കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ n mod 2 നമുക്കറിയാം. 2 mod 2 എത്രയാണ്? 0 ആണ്. അതായത് 2 ഡിവൈഡ് ബൈ 2 ചെയ്യുന്ന ഉടനെ അതിൻ്റെ വാല്യൂ 0 ആയിട്ട് വരും അല്ലേ? അപ്പോൾ ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ കമ്പാരിസണാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ കമ്പാരിസൺ കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്യുന്നുണ്ട് 2 ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വാല്യൂ 0 തന്നെയാണ്. അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ 0 തന്നെ വരും. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 0. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് പ്രിൻ്റ് ഓഫ് ദി ഗിവൺ നമ്പർ ഈസ് ഈവൻ. എൽസ് പ്രിൻ്റ് ഓഫ് ദി ഗിവൺ നമ്പർ ഈസ് ഓഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ടത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു സാമ്പിൾ പ്രോഗ്രാമാണ്. ഇനി നെസ്റ്റഡ് ഇഫ്. ഇപ്പോൾ ഒരു ഇഫിനകത്ത് തന്നെ മറ്റൊരു ഇഫ് ഓർ ഇഫ് എൽസ് വരുന്നതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. യൂസിങ് എ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വിത്തിൻ അനദർ ഇഫ് ഈസ് കോൾഡ് ആസ് നെസ്റ്റഡ് ഇഫ്. ഇഫ് എ സീരീസ് ഓഫ് ഡിസിഷൻസ് ആർ ഇൻവോൾവ് വി യൂസ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു ഇഫ് എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതെവിടെയാണ് എൻഡ് ആകുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിന് നേരെ ഇവിടെ ഇത്രയും പോർഷനാണ് ആ ഒരു ഇഫ് അതിനകത്തേക്ക് വരിക. ഇതിൻ്റെ ഉള്ളിലാണ് അടുത്തത് വരിക. അടുത്തത് എന്ന് പറഞ്ഞത് അടുത്ത ഇഫ് അല്ലേ? അതിൻ്റെ നേരെ അടുത്ത പോർഷൻ വന്നു. അപ്പോൾ ഇത്രയും പോർഷൻ അതിൻ്റെ ഉള്ളിലാണ്. ഇനി അടുത്തൊരു ഇഫ് എക്സ്പ്രഷൻ അതിൻ്റെ ഉള്ളിൽ ഇത്രയും പോർഷൻ.
അപ്പോൾ അത് 3 ഇഫാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇഫിനകത്ത് മറ്റൊരു ഇഫാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫോമാണ്. ഇനി നമുക്ക് അനദർ ഫോം കൺസിഡർ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ഒരു ഇഫ് എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, കേളി ബ്രേസ് അതിന് നേരെ അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയും അതിൻ്റെ ട്രൂ പാർട്ടാണ് അല്ലേ. ഇനി ഈ ട്രൂ കണ്ടീഷൻ എപ്പോഴും ട്രൂ ആയിരിക്കണമെന്നില്ല, നമുക്ക് ഫോൾസ് കണ്ടീഷനും വരാം. അതാണ് ഈ എൽസ് പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പാർട്ടാണ്, ട്രൂവും അതേപോലെ തന്നെ ഫോൾസും. അപ്പോൾ ഇത്രയും പോർഷൻ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ആ ഒരു ഇഫ് കണ്ടീഷൻ നോക്കാം. ഇഫിനകത്ത് ഇഫ് എക്സ്പ്രഷൻ 2 അങ്ങനെയാണെങ്കിൽ അത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകും. അപ്പോൾ അത് ഫോൾസായി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആകില്ല, പകരം സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ആകും, അതായത് എൽസ് പോർഷൻ. ഇനി ഈ കണ്ടീഷൻ ഫുള്ള് ഫോൾസ് ആയെങ്കിൽ അടുത്ത എൽസ് പാർട്ടായിരിക്കും നമുക്ക് എക്സിക്യൂഷന് വരിക. ആ എൽസ് പോർഷനിൽ ഇഫ് എക്സ്പ്രഷൻ 3 അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 3 ആയിരിക്കും എക്സിക്യൂട്ട് ആകുക. അതല്ല അത് ഫോൾസ് ആയെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 4 ആയിരിക്കും എക്സിക്യൂട്ട് ആകുക. ഓക്കെ, ഇനി അടുത്ത മാക്സിമം ഓഫ് 3 നമ്പേഴ്സ്. അപ്പോൾ അത് ഒന്ന് നോക്കിക്കൊള്ളുക. ഇനി അടുത്തതാണ് എൽസിഫ് ലാഡർ. എൽസിഫ് ലാഡർ മീൻസ് നമുക്കറിയാം ലാഡർ എന്താണ്. ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലാഡർ അല്ലേ. അപ്പോൾ ഈ ഒരു ലാഡർ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ ഒരു ലാഡർ വയ്ക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലാഡർ വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ ഇഫ് എൽസിഫ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം, ഇഫ് അല്ല. അപ്പോൾ ആ കണ്ടീഷൻ മാറിക്കഴിഞ്ഞാൽ അടുത്തത് എൽസ് ഓർ എൽസിഫ്. അപ്പോൾ ഈ കണ്ടീഷൻ റിമൈനിങ് വന്നു കഴിഞ്ഞാൽ എൽസിഫ്, എഗെയിൻ എൽസിഫ്. നമുക്കറിയാം ഈ ലാഡറിൻ്റെ ഓരോ പടിയിലും ഓരോ എൽസിഫാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അവിടെ നമുക്ക് എക്സിക്യൂഷൻ നടക്കുക. ഇവിടെ നമ്മൾ ആദ്യത്തെ ഇഫ് എക്സ്പ്രഷൻ കൊടുത്തു, ദെൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ആകും. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത എൽസ് ഇഫ് കൊടുത്തു, ആ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ആ കണ്ടീഷൻ എക്സ്പ്രഷൻ 2 അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിറ്റ് ആവും. അങ്ങനെ അടുത്ത എൽസിഫ് കൊടുത്തു, അടുത്ത എൽസിഫ് കൊടുത്തു, അങ്ങനെ അത് ഒരു ലാഡറിൻ്റെ ഷേപ്പിലേക്ക് വന്നു. അതാണ് അവിടെ എൽസിഫായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എൽസിഫ് എക്സ്പ്രഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ് 2 ദെൻ എൽസിഫ് എക്സ്പ്രഷൻ n വരെ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ അതിന് അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നീട് ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എൽസ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ എൽസ് പോർഷൻ. അത് ടു മാക്സിമം ഓഫ് 3 നമ്പേഴ്സ് യൂസിങ് എൽസിഫ് ലാഡർ. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് ആൽഫബറ്റ് ഓർ സ്പെഷ്യൽ ക്യാരക്ടർ, കൺസണൻറ്റ് ഓർ വവൽ. അപ്പോൾ നമ്മളൊരു ക്യാരക്ടർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസണൻ്റ് ആണോ വവലാണോ, അതായത് AEIOU എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇത് ടോട്ടൽ മാർക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ആ ഒരു റാങ്കിങ് ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും പോർഷനാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതേപോലെ ലീപ്പ് ഇയറിൻ്റെ കൺസെപ്റ്റ്. ലീപ്പ് ഇയറിൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാം എന്ന് വിചാരിക്കുന്നില്ല, എങ്കിലും ഞാനൊന്ന് പറയാം. അതായത് ബിക്കോസ് എന്ന് പറയാൻ കാരണം വൈ ലീപ്പ് ഇയർ, അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ദ എർത്ത് റൊട്ടേറ്റ്സ് അബൌട്ട് 365.242375 times a year, but a normal year is 365 days. So something has to be done to catch up the extra 0.242375 days a year. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലീപ്പ് ഇയർ കൊണ്ടുവന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നീട് പോകാം.